കുറച്ച് പറഞ്ഞ എല്ലാവരും ഐ ആം യുണീക്ക്. നിങ്ങൾ നിങ്ങളാണ്. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. നമ്മുടെ ഈ കൈയിന്റെ രേഖയിൽ ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത്, മക്കളെ എത്ര കോടി ആളുകൾ ഈ ഭൂമിയിൽ വന്നുപോയി, എത്ര കോടി ആളുകളിൽ വരാനിരിക്കുന്നു. നമ്മൾ പോയിട്ട് ഈ ഫിംഗർ പ്രിന്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകൾക്കും ഓരോരുത്തർക്കും ഓരോ ഫിംഗർ പ്രിന്റ് ഉണ്ട്. ഇസ് ഇറ്റ്? എന്റെ ഫിംഗർ പ്രിന്റ് പോലെ ഇതുവരെ ഒരാൾക്ക് ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് കണ്ണിന്റെ കൃഷ്ണമണി കാണിച്ചു കൊടുത്തില്ലേ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്? നിങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണിന്റെ കൃഷ്ണമണിയുടെ ഘടന വ്യത്യസ്തമാണ്. പക്ഷെ നമ്മുടെ മാത്രം കുഴപ്പം, നമ്മൾ വേറെ ആളെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ ഞാൻ പറയുന്നത്, നെവർ ഇമിറ്റേറ്റ്. മറ്റൊരാളാവാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളാവുക. നിങ്ങളുടെ സ്വതന്ത്രമായ ചിന്താഗതികൾ ഉയർത്തിപ്പിടിക്കുക. അതിനകത്ത് മാത്രമേ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അറിയാമോ, ഞാൻ മാജിക്കിന്റെ രംഗത്തേക്ക് വരുന്ന സമയത്ത് ജാലവിദ്യ എന്ന് പറയുന്നത് വെറും തെരുവിലാണ്, തെരുക്കൂത്തുകാരാണ്. ചെറുപ്പസാറിനൊക്കെ നന്നായിട്ട് അറിയാം ഞാൻ മാജിക്കിന്റെ രംഗത്തേക്ക് വന്ന എന്റെ കുട്ടിക്കാലം. അന്ന് സ്ട്രീറ്റ് മജീഷ്യൻസ് മാത്രമേ ഉള്ളൂ, പ്രൊഫഷണൽ മജീഷ്യൻസ് ഇല്ല. 7ാമത്തെ വയസ്സിൽ ഞാൻ മാജിക്കിലേക്ക് വരുമ്പോൾ 10ാമത്തെ വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ അച്ഛൻ എന്ത് ചെയ്തു അറിയോ, ഞാൻ മാജിക് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സമയത്ത് അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ എന്നെ കൊണ്ടുപോയി ബാംഗ്ലൂരിൽ LNTക്ക് കൊണ്ട് ചേർത്തു. ഞാൻ 1 വർഷം അവിടെ പഠിച്ചു. അതിനുശേഷം തിരിച്ച് മാർക്ക് ലിസ്റ്റ് എല്ലാം കളഞ്ഞ് നാട്ടിലേക്ക് വന്നു. എന്റെ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട കുട്ടിയായിട്ട് ഞാൻ മാറി. അച്ഛനെ ധിക്കരിച്ച തെമ്മാടി കുട്ടിയുടെ ചീത്തപ്പേര് എനിക്ക് വന്നു. പക്ഷെ എന്റെ ഉള്ളില് മാജിക്കിനോടുള്ള അടങ്ങാത്ത പാഷൻ. മാജിക് 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 മാത്രം. ഷോസ് കിട്ടുന്നില്ല, ആരും എന്നെ വിളിക്കില്ല, കാരണം എന്നെ ആർക്കും അറിയില്ല. ഷോസ് കിട്ടാൻ വേണ്ടിയിട്ട് കോട്ടയത്തും തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ഒക്കെ അലഞ്ഞു നടന്നു. ഓരോരുത്തരുടെയും ഫൈനാൻസ് സൊസൈറ്റികളുടെ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും കാണാൻ വേണ്ടി ചോദിച്ചു, ഒരു ഷോ. അപ്പൊ എന്നോട് ചോദിക്കും, എന്ത് പ്രതിഫലം വേണം? ഒന്നും വേണ്ട, എനിക്ക് ഷോ നടത്തിയാൽ മതി. അങ്ങനെ ഷോ നടത്താൻ വേണ്ടി അലഞ്ഞ് നടന്നു. അങ്ങനെ ഈ ഡിഗ്രി എന്റെ LLB പഠനം കളഞ്ഞതിന്റെ പേരിൽ അച്ഛനുമായിട്ട് ഞാൻ പിണങ്ങി. അച്ഛൻ മിണ്ടാതെയായി. അപ്പൊ എന്ത് ചെയ്തു, ഈ ഷോസ് കിട്ടിയ കുറച്ച് പൈസ കിട്ടിയ സമയത്ത് ഞാൻ കോഴിക്കോട് നിന്ന് ഒരു സേട്ടുവിന്റെ കയ്യിൽ നിന്ന് അടവും മേടിച്ചിട്ട് ഞാനൊരു പഴയ ബസ് മേടിച്ചു എന്റെ ട്രൂപ്പിന് പോകാൻ വേണ്ടിയിട്ട്. KLM 3037 ആ ബസ്സിന്റെ നമ്പർ. ഞാൻ വിചാരിച്ചു ഈ ബസ് വാങ്ങിക്കുന്നതോടുകൂടി ഇഷ്ടംപോലെ ഷോ കിട്ടും. ഷോ കിട്ടിയില്ല, അടവ് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. ഈ ബസ് പിടിച്ചുകൊണ്ടുപോകുന്നുള്ള ഘട്ടം വന്നു. ഒരു രക്ഷയില്ലാതെ ആയിപ്പോയി. പൈസ അച്ഛൻ തരില്ല. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ബസ് പിടിച്ചുകൊണ്ടുപോകും, എനിക്ക് എന്തെങ്കിലും തരണം തോന്നുന്നു. അച്ഛൻ പറഞ്ഞു തരില്ലാന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയോ, ഞാനൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ആളാണ്. വീടിന്റെ തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോമറിന്റെ മേളിൽ കയറി പിടിക്കാൻ ശ്രമിച്ച ഒരാളാണ്. അന്ന് എന്റെ ഒരു കൂട്ടുകാരൻ കുളിക്കാൻ പോണ സമയത്ത് കണ്ട് എന്നെ താഴേക്ക് വലിച്ചിട്ടത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്. മനസ്സിലായോ? ജീവിതത്തിന്റെ എല്ലാ പതനങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഉള്ളിലൊരു അദമ്യമായിട്ടുള്ള ആഗ്രഹം എന്താണ്? ഒരു മജീഷ്യൻ ആവണം. ഇന്നിപ്പോ 56 രാജ്യങ്ങളിൽ ഞാൻ പെർഫോം ചെയ്തു. മാജിക്കിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് മെർലിൻ അവാർഡാണ്. ഓസ്കാർ ഇൻ മാജിക്. അത് 2011 ഇന്ത്യയിലേക്ക് എന്റെ പേരിൽ അത് കിട്ടി. അപ്പൊ മാജിക്കിന്റെ ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യം, നമ്മുടെ ഉള്ളിൽ ആ വാഞ്ചയുണ്ടെങ്കിൽ, ആ ഫയർ ഉണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കാത്ത യാതൊരു കാര്യമില്ല. യു വിൽ ബി, നിങ്ങൾ നടക്കും. പക്ഷെ ആ കോൺഫിഡൻസ്, ഉള്ളിലുള്ള ആഗ്രഹം, അതൊന്നുമായിട്ടുള്ള ആഗ്രഹം, അവിടെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ വഴികൾ തെറ്റരുത്. മനസ്സിലായോ? പിന്നെ ഏത് മേഖലയോടാണോ നിങ്ങൾക്ക് ഇഷ്ടം, ആ മേഖലയിൽ ഒരു മേഖലയും മോശമല്ല. അതാണ് ഏറ്റവും പ്രധാനം. ആ മേഖലയിൽ നിങ്ങൾ ഉയരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്, വ്യത്യസ്തമായ വഴികളിലൂടെ നടക്കാൻ വേണ്ടി ശീലിക്കുക. മറ്റെല്ലാവരും നടന്ന വഴികളിലൂടെ നടക്കുകയല്ല വേണ്ടത്, വ്യത്യസ്തമായ വഴികളിലൂടെ നടക്കുക. നിങ്ങൾ മറ്റൊരാളെ അനുകരിക്കാതിരിക്കുക. അനുകരിക്കുക എന്ന് പറഞ്ഞ ഒരു തരം ഭ്രാന്താണ്. ഞാനൊരു കഥ പറഞ്ഞില്ലേ, പണ്ട് ജവഹർലാൽ നെഹ്റുവിനെ അനുകരിച്ച് ഭ്രാന്തായി പോയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഓക്കെ, നെഹ്റു പ്രധാനമന്ത്രിയാണ്. ആ സമയത്ത് നെഹ്റുവിനെ പോലെ ഒരു ഫ്ലവറൊക്കെ വെച്ച്, പരിധി പുഷ്പമൊക്കെ വെച്ച്, നീളം ചുറ്റിയൊക്കെ നെഹ്റുവിനെ പോലെ പ്രസംഗിച്ച് അവസാനം ഈ ഭ്രാന്തായി പോയി. വീട്ടുകാർ കൊണ്ടുപോയിട്ട് ഭ്രാന്താസ്പത്രിയിൽ അടച്ചു. 3 വർഷം അതിനകത്ത് കിടന്നു. പിന്നെ അദ്ദേഹം ഓക്കെയായി, എല്ലാ അസുഖമൊക്കെ മാറി. അപ്പോഴാണ് യഥാർത്ഥ ജവഹർലാൽ നെഹ്റു ഈ ഭ്രാന്താസ്പത്രിയുടെ ഒരു ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പൊ ഈ ഭ്രാന്താസ്പത്രിയുടെ ആളുകൾക്ക് തോന്നി നല്ല ചാൻസാണ്, ഈ മനുഷ്യനെ തുറന്നു വിടാൻ വേണ്ടി നെഹ്റുവിനോടൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നെഹ്റു വന്നു, ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇവർ ചെന്നിട്ട് പറഞ്ഞു, സാറേ, സാറിന് അനുകരിച്ച് ഭ്രാന്തായി പോയ ഒരാളെ സെല്ലിനകത്ത് കിടക്കുന്നുണ്ട്, അതിലൊന്ന് തുറന്നു വിടുമെന്ന് ചോദിച്ചു. നെഹ്റു ഉണ്ടായിരുന്ന പ്രശ്നം
നെഹ്റു നേരെ വന്നു, സെല്ല് തുറന്നു, ഈ മനുഷ്യൻ പുറത്തേക്ക് വന്നു. ആദ്യം നെഹ്റു വിളിച്ചു, എന്താ പേര് ചോദിച്ചു. നെഹ്റു പറഞ്ഞു ജവഹർലാൽ നെഹ്റു വന്നു. ഈ മനുഷ്യൻ പറഞ്ഞൊരു 3 വർഷത്തിനുള്ളിൽ കിടന്നാൽ മതി, ഓക്കെ ആയിക്കോളൂ. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഒരിക്കലും നെവർ നെവർ മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ വഴികൾ കണ്ടെത്തുക. ഞാൻ നിങ്ങൾക്ക് അറിയാമോ, മാജിക്കിന്റെ രംഗത്ത് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ലാസ് വേഗാസ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു പ്രദേശമാണ് ജാലവിദ്യയുടെ കാര്യത്തിൽ ഏറ്റവും ടോപ്പായിട്ട്. ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറയുന്ന മജീഷ്യനൊക്കെ പെർഫോം ചെയ്യുന്ന അവിടെയാണ്. ഞാനൊരു 10-15 തവണയെങ്കിലും അവിടെ പോയിട്ടുണ്ട്. ഒരു ദിവസം പോയി 10 ദിവസം താമസിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് ജോണി എന്ന് പറയുന്ന ഒരാൾ എന്നെ അവിടെ കൊണ്ടുപോയി. അതിനുശേഷം ജോണിയായിട്ട് താല്പര്യപ്രകാരം ഞങ്ങളൊരു ഹോട്ടലിൽ പോയിട്ട് ഞാനവിടെ ഇന്ത്യൻ മാജിക് ചെയ്യാൻ വേണ്ടി കരാറൊക്കെ ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് കേരളത്തിൽ വന്നപ്പോൾ നമ്മുടെ കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് കാസർഗോഡ് എൻഡോസൾഫാന്റെ ദുരിത മേഖലയിൽ പോയിട്ട് മാജിക് കളിക്കാൻ വേണ്ടി ഒരു ഫണ്ട് റൈസിംഗ് പരിപാടിക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോകുന്നു. ഞാനിവിടെ ചെന്നു. പതിവ് പോലെ ടർബനൊക്കെ ഇട്ട്, പട്ടുകുപ്പായൊക്കെ ഇട്ട്, മേക്കപ്പ് ഒക്കെ ചെയ്ത് സ്റ്റേജിൽ കർട്ടൻ ഉയർന്നു. ഞാൻ ആദ്യം നോക്കുമ്പോൾ കാണുന്നത്, നിങ്ങൾക്കറിയാമോ, കാസർഗോഡ് എൻഡോസൾഫാന്റെ ദുരിതം ബാധിച്ച എത്രയോ കുട്ടികളും അമ്മമാരുണ്ട്. നിലത്ത് കിടന്ന് ഉരുളുന്ന, വലിയ തലയില്ല, കൈയില്ലാത്ത, കാലില്ലാത്ത, കണ്ണില്ലാത്ത എത്രയോ ആളുകളുള്ള ഒരു സ്റ്റേജാണ് കാണുന്നത്. അതോടുകൂടി ഞാൻ ആലോചിച്ചു, ആരുടെ മുമ്പിലാണ് ഞാൻ ഈ തൊപ്പിയും കുപ്പായിട്ട് പത്രാസ് കാണിക്കുന്നത്? ഞാൻ എങ്ങനെയൊക്കെയോ പരിപാടി തീർത്തു. പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം വന്നു. ഞാൻ കഴിക്കാൻ വേണ്ടി പാക്കറ്റ് ഫുഡാണ്. ഓഡിയൻസിന്റെ പുറകിൽ ഒരു തടിയുള്ള മകനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരമ്മ. ആ കുട്ടിയാണെങ്കിൽ കരയുന്നു, വിശന്ന് കരയുന്നു, ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ചോദിച്ചത്, നിങ്ങൾ ഭക്ഷണം കൊടുക്കാത്തെന്ന് ചോദിച്ചു. ആ ഒറ്റ കരച്ചിലാണ്. എൻ്റെ അമ്മ പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ വായിലിട്ട് ചവച്ച് പുറത്തെടുത്തോണ്ട് വായിൽ വെച്ചത് കഴിക്കുള്ളൂ സാറേ. ചവയ്ക്കാനറിഞ്ഞൂടാ. നമുക്ക് കാണാം, നമുക്ക് കേൾക്കാം, നമുക്ക് സംസാരിക്കാം, കൈകൾ ചലിപ്പിക്കാം, പക്ഷെ ഇതൊന്നുമില്ലാത്ത എത്രയോ ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അന്ന് ഞാൻ ചിന്തിച്ചു, എനിക്ക് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ശൈല ടീച്ചർ മിനിസ്റ്ററാണ്. ടീച്ചറോട് പോയി പറഞ്ഞപ്പോൾ ടീച്ചർ 23 കുട്ടികളെ എനിക്ക് തന്നു. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി. ഡോക്ടർ മുഹമ്മദ് അഷീൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ആ കുട്ടികളെ തുടങ്ങി, ആ കുട്ടികളെ മാജിക് പഠിപ്പിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ചിരി അവരുടെ അമ്മമാരുടെ മുഖത്തുണ്ടാക്കാൻ മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷെ ഇന്നറിയോ, ആ കുട്ടികളിന്ന് മാജിക് പ്ലാനറ്റിൽ എല്ലാ മാസവും ശമ്പളം എഴുതി മേടിക്കുന്ന പെർഫോമേഴ്സായിട്ട് ആ കുട്ടികളെ മാറ്റാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് എൻ്റെ ജീവിതത്തിൽ. ആ കുട്ടികൾക്ക് എന്ത് മാറ്റം വന്നു, ബ്രെയിനിൽ എന്ത് മാറ്റം വന്നു എന്ന് ഗവൺമെന്റ് അന്വേഷണം നടത്തി. CDC ഐക്കോൺസ് 2 ഡിപ്പാർട്ട്മെന്റുകൾ കൊടുത്തു. അപ്പൊ നോക്കിയപ്പോ എന്റെ മക്കളുടെ IQ EQ ലെവൽ ഉയർന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി, ഇത് പോരാ, ഡിഫറൻറ്റ് ആർട്ട് സെന്റർ എന്ന് പറയുന്ന ഒരു സെന്റർ ഉണ്ടാക്കി 200 കുട്ടികളെടുത്തു. എന്റെ കഷ്ടകാലത്തെല്ലാം ചെറുപ്പസാർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സാർ അവിടെ വന്ന് മാധ്യമങ്ങളിൽ എഴുതി എന്നെ എത്രയോ സഹായിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട് വിറ്റ ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. മാജിക് കൊണ്ട് ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്ത് ഞാൻ ചാരിറ്റബിൾ സൊസൈറ്റി, ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്, അതിലേക്ക് കൊടുത്തു. ഇതൊന്നും എനിക്ക് തിരിച്ചെടുക്കാവുന്നതല്ല. 1 രൂപ ഞാൻ ശമ്പളം മേടിക്കുന്നില്ല. ഈ കുട്ടികൾക്കുള്ള നിരന്തരം എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പാരന്റ്സിന്റെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് എല്ലാ മാസവും 1-ാം തീയതി സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ കുട്ടികൾ ഓർത്തപ്പോൾ മിനിഞ്ഞാന്ന് വീണ്ടും 25 കുട്ടികളെ കൂടി പുതുതായിട്ട് എടുത്തു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ഥാപനം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്ത് എന്ന് ചോദിച്ചാൽ, ഒരു മാജിക് ഷോ നടത്തി കയ്യടി നേടുന്നതിനേക്കാൾ കൂടുതൽ ഈ ജീവിതത്തിന്റെ അവസാനം വരെ എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് മറങ്ങി പോകുന്നതിന് മുമ്പ് ഒരുപാട് അമ്മമാരുടെ കണ്ണീര് തുടയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഭാഗ്യമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പൊ കാസർഗോഡ് നമ്മൾ മുഖ്യമന്ത്രി ഒരു പുതിയ പ്രോജക്റ്റിന് തറക്കല്ലിട്ടു. 20 ഏക്കർ സ്ഥലത്ത് ഒരു മനുഷ്യൻ ഡൊണേറ്റ് ചെയ്തതാണ്. അവിടെ തുടങ്ങാൻ പോവാണ്. ഒരു വർഷം നമുക്ക് 1000 കുട്ടികൾക്ക് ലൈഫ് കൊടുക്കാൻ സാധിക്കും. ചെറുതല്ല അല്ലെ? ഓട്ടിസവും സെറിബ്രൽ പാൾസിയും ബാധിച്ച കുട്ടികൾ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഏത് മേഖലയാണെങ്കിൽ പോലും, നിങ്ങൾ ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, സയന്റിസ്റ്റ് ആവട്ടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ മേഖലയെ മാനവികതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അതാണ് നല്ലൊരു മനുഷ്യനാവുക. ഞാൻ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളോട് ചോദിക്കും, മോനെ മോളെ എന്താവാനാണ് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോ ആദ്യമായിട്ട് നിങ്ങൾ പറയുന്നത്, ഐ വാണ്ട് ടു ബി എ ഹ്യൂമൻ ബീയിങ്. എനിക്കൊരു നല്ല മനുഷ്യനാവണം. എനിക്ക് ഈ ലോകത്ത് എന്റെ മാനവികത കാണിച്ചുകൊണ്ട് നല്ലൊരു മനുഷ്യനാവണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക. ഏറ്റവും നിങ്ങളുടെ ഇന്ന് കയ്യിൽ അപകടം ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണാണ്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അതിനകത്ത് നിങ്ങൾ സ്വാഭാവികമായിട്ട് പിടിച്ചു വലിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
നിങ്ങളെ തന്നെ തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ പോവില്ല, ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോവില്ല. നിങ്ങളുടെ ചുറ്റും മയക്കുമരുന്നും മദ്യവും ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്തൊക്കെ ചാൻസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, അജാസ് പറഞ്ഞില്ലേ, ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ. അങ്ങനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ അവിടെയൊക്കെ ഇതിന്റെ ലോകമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് മാത്രമേ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. ദാറ്റ് ഈസ് ദി സിൻസിയറിറ്റി ഓഫ് ലൈഫ്. ആൻഡ് ലാസ്റ്റ് ലെറ്റർ എച്ച്. നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷകളുണ്ട്, അല്ലെ? പ്രതീക്ഷകളാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സുന്ദരം എന്ന് പറയുന്നത്. എന്റെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഇത് മാത്രമാണ്. ഇപ്പോ കാസർഗോഡിൽ പ്രോജക്ട് ഉണ്ടാക്കിയിട്ട് അവിടെ കുറെ കുട്ടികളെ ചേർത്ത് വെച്ച് ഈ ഭൂമിയിൽ നിന്ന് സുന്ദരമായിട്ട് മടങ്ങി പോവുക. എത്രയോ കാലം എത്രയോ കുട്ടികളും എത്രയോ മാതാപിതാക്കളും അവിടെ സന്തോഷമായിട്ട് ജീവിക്കുക. ഇതാണ് എന്റെ സ്വപ്നം. ഇതുപോലെ നമ്മുടെ ഒക്കെ മനസ്സിൽ ഒരു ഹോപ്പ് ഉണ്ടാവാം. ആ പ്രതീക്ഷ എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കണം, നിങ്ങളുടെ ചുമലിൽ എഴുതി വെക്കണം. ഓക്കെ? എന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് കാണണം. നിങ്ങളുടെ കണ്ണാടിയിലേക്ക് നോക്കി നിങ്ങളുടെ ഉപബോധ മനസ്സിലൂടെ നിങ്ങൾ പറയണം, അതിന്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ ഞാൻ പിന്നോട്ടില്ല. ആരൊക്കെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നോട്ടില്ല. ഇത് നിങ്ങൾ ഓരോ ദിവസവും ഉരുവിട്ടുകൊണ്ടിരിക്കണം, നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കണം. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. സോ C4, A4, S4, H4. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ക്യാഷ് എന്ന് പറയുന്നത്. സോ ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വേണ്ടി പോവാം പ്ലീസ്.